രേവതി. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കാരമൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ, അടിപൊളി കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഹോട്ട് മിൽക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഹോട്ട് മിൽക്ക് യൂസ് ചെയ്തുണ്ടാക്കുന്ന കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഐസിംഗ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നമ്മുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാരമൽ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ 1 കപ്പ്, മിൽക്ക് പൗഡർ 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഒരു 2 നുള്ളുപ്പ്. ഇതൊന്ന് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഹോട്ട് മിൽക്ക് സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെക്കാം. അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഞാൻ 100 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് തിളച്ച് വെക്കേണ്ട ആവശ്യമില്ല, അത് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, നമ്മളത് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അലിഞ്ഞോളും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇത് മൂന്നും കൂടെ നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പാലിലേക്ക് ബട്ടർ ചേർക്കണ്ട. അതിന് പകരം ഇപ്പം നമ്മൾ ഈ പഞ്ചസാരയും മുട്ടയും അടിക്കുന്നതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്താൽ മതി. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ മുട്ട എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ കേക്കിന് നല്ലതാണ്, നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കേക്ക്. നമ്മുടെ ഈ ഒരു കൂട്ടിപ്പ് കണ്ട് ഒരു ഓഫ് വൈറ്റ് കളറായി നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം നമ്മൾ എടുക്കാൻ. ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പം നമ്മുടെ മുഴുവൻ പൊടിയും ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഹോട്ട് മിൽക്ക് വെച്ച് ഇതുവരെ ചെയ്യാത്തവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് ശരിയാവോ എന്നൊക്കെ. അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. പൊതുവേ നമ്മൾ മിൽക്ക് യൂസ് ചെയ്തുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങൾക്കും കുറച്ച് ടേസ്റ്റ് കൂടുതൽ തന്നെയാണല്ലോ, അതുകൊണ്ട് നല്ലൊരു കേക്ക് തന്നെയാണ് നമുക്ക് തന്നെ കിട്ടുക. അപ്പം ഞാനിവിടെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഫ്ലോർ ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യുന്നത് ഇതിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ് സമയം ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്ന മീഡിയം ഫ്ലെയിം ഇതാണ്. അപ്പോൾ ഏറ്റവും ലോയിലും അല്ല ഏറ്റവും ഹൈയിലും അല്ല, ഒരു കറക്റ്റ് മീഡിയത്തിൽ വെക്കാം. 30 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് നല്ല കറക്റ്റായിട്ട് വെന്തിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് സൈഡ്സ് എല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എല്ലാം അവിടെയും വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ നമ്മുടെ കേക്കിനെ നന്നായിട്ട് തണുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് കാരമൽ സോസ് ആണ്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പം അതൊന്ന് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ തുടങ്ങും. അത് തന്നെ അതിൽ നിന്ന് കാരമലൈസ് ആയി വന്നോളും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ജസ്റ്റ് നമ്മുടെ പാത്രം ഒന്ന് ഇങ്ങനെ ചെരിച്ചു കൊടുക്കാം, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പം നമ്മുടെ ഷുഗർ ഇവിടെ നന്നായിട്ട് കാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു
1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീം ചേർത്ത ഉടനെ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ആണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ല തിക്കായിട്ട് വരുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി, കാരണം ഇനി തണുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അതിൽ എന്തെങ്കിലും ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഐസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബൗളൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഐസിങ് ചെയ്താലും മതി. അതാകുമ്പോൾ എളുപ്പമാണ്, ഒരുപാട് ഹെവി ആയിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രീം ബീറ്റ് ചെയ്തിട്ടുള്ള ഈ പാത്രം നമ്മൾ കമഴ്ത്തി കഴിഞ്ഞാൽ ഈ ക്രീം താഴോട്ട് വീഴില്ല. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഞാനിവിടെ നമ്മുടെ കേക്ക് ഒന്ന് 3 പാർട്ടായിട്ട് മുറിച്ചെടുക്കുകയാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ് ഇത്. നമുക്ക് ഏത് കേക്കിൻ്റെ ബേസ് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി നമ്മുടെ കാരമൽ സിറപ്പ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തറ്റത്ത് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ ഹോള് മതി കേട്ടോ, കാരണം നമുക്ക് സൈഡ്സിൽ ഡ്രിപ്പ് ചെയ്യാനുള്ളതാണ്. അതേപോലെ നമ്മുടെ ക്രീമും ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ഒന്ന് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വെച്ച് കൊടുക്കുന്ന ലെയർ നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറാണ് ആദ്യം ഇവിടെ വെക്കുന്നത്. അതൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ നല്ല ഷാർപ്പ് എഡ്ജായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പിൻ്റെ പാർട്ട് ഒഴിവാക്കാം. ഒരുപാട് മധുരം താല്പര്യമില്ലാത്തവർക്ക് ഷുഗർ സിറപ്പ് ഒഴിവാക്കാം, കാരണം നമ്മൾ കാരമൽ സോസ് ഒഴിക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ലെയേഴ്സിലും നമുക്ക് ഈവൺ ആയിട്ടുള്ള ഫില്ലിംഗ് കിട്ടും. അതിനുശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. പിന്നെ ഈ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും അവസാനത്തെ ലെയർ ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ടിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മൾ ഫസ്റ്റ് ഇടുന്ന ലെയറിനാണ് ക്രം കോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെയറിൽ നമ്മുടെ ഈ കേക്കിൻ്റെ കുറച്ച് ക്രംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അതിനെ ക്രം കോട്ടിംഗ് എന്ന് പറയുന്നത്. ക്രം കോട്ടിംഗ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെക്കുക. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ലെയർ ഇടുന്ന സമയത്ത് ഈ കേക്കിൻ്റെ ക്രംസ് ഒന്നും മുകളിലോട്ട് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ഞാനിതൊരു 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിക്കായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ്സിലൊക്കെ ക്രീം തേച്ച് കൊടുത്ത് വരിക. അതിനുശേഷം നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പാലറ്റ് നൈഫ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് നമ്മുടെ ടേൺ ടേബിൾ ഒന്ന് പതുക്കെ കറക്കി കൊടുക്കാം. അപ്പം നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് വരും. അപ്പം നിങ്ങളുടെ കയ്യിൽ പാലറ്റ് നൈഫ്സ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതുപോലുള്ള പഴയ ATM കാർഡ്സ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ATM കാർഡ്സ് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സിഗ്സാക്ക് പോലത്തെ ഒരു സ്ക്രേപ്പർ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് സൈഡ്സ് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കാരമൽ സോസ് സൈഡ്സിലേക്ക് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഉള്ളിൽ മൊത്തമായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്.
ഇനി സൈഡ്സിൽ ഞാൻ നമ്മുടെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയ ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഫ്ലവേഴ്സും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കാരമൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കേക്കാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും കുറേ കേക്ക്സിൻ്റെ വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.